Hello. Welcome to Market Discussion of the Day. Today, March 10, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ജോയിൻ ചെയ്തു ആ ഒരു ക്ലാസ്സിൽ. അപ്പോൾ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു വളരെ ബേസിക് ലെവലിലൊരു കോഴ്സാണ് കൊടുക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ നടക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് നടക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്. ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ അതുകൊണ്ടിട്ട് ഞാൻ ഈ ആഴ്ചത്തെ മെയിനായിട്ടുള്ള എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുണ്ടായ വീക്കെൻഡ് മുതലുള്ള എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീക്കെൻഡിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഗോൾഡിൻ്റെയൊക്കെ പ്രൈസ് കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് ഒരു 5400 വരെയൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ വാറിന് ശേഷം നടന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയി. ഓൾമോസ്റ്റ് 5000 ഒക്കെ ചൊവ്വാഴ്ച കഴിഞ്ഞ മാർച്ച് 3-ാം തീയതിയൊക്കെ ടച്ച് ചെയ്തു. ഓക്കെ, സോ അതിനുശേഷം വലിയ രീതിയിലുള്ളൊരു ചാഞ്ചാട്ടം ഭയങ്കരമായി മുകളിലോട്ട് പോകുന്നതൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ ഇന്നലെയും ഓൾമോസ്റ്റ് 5000 വരെയൊക്കെ മാർക്കറ്റ് താഴോട്ട് പോയതിന് ശേഷം അല്ലേ, 5014 വരെയൊക്കെ മാർക്കറ്റ് പോയതിന് ശേഷം ഇന്നലെ രാത്രി അല്ലെ ഇന്ന് വൈകുന്നേരത്തോ അല്ല ഇന്നലെ തന്നെ മാർക്കറ്റിൽ ഇന്ന് ഹൈ പോയത് ഓൾമോസ്റ്റ് 5191 ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് അല്ലേ. സോ ഭയങ്കരമായൊരു ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസിൽ. അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഭയങ്കരമായ ജമ്പ് അപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 101 ഇന്നലെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അത് 120 വരെ പോവുകയും പിന്നീട് ഇത് തിരിച്ച് റീട്രേസ് ചെയ്ത് 89 വന്ന് നിൽക്കുന്നു ഇപ്പം. ഓക്കെ, സോ ഇതെല്ലാം ഭയങ്കരമായ അൺസർട്ടനിറ്റി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിച്ചു, ഇത്രയും വലിയൊരു വാർ നടന്നിട്ട് എന്തുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നു. സോ എനിക്ക് പേഴ്സണലി പറയാനായിട്ടൊരു കാര്യമുള്ളൂ, നമ്മളുടെ കയ്യിലൊന്നും അല്ല ഇത്. ഓക്കെ, സോ നമ്മുടെ കയ്യിലൊന്നുമില്ല. നിങ്ങൾ ഒരു വാർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഗോൾഡിനകത്ത് കയറി ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ക്യാപിറ്റൽ അടിച്ചു പോകും. അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇറാൻ അവരുടെ ടാർഗറ്റ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അവർ അവരുടെ ഓയിൽ, അതായത് ബഹറിൻ്റെയും കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും UAE-യുടെയും ഓയിൽ ഫെസിലിറ്റീസ് ആക്രമിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ രാജ്യങ്ങളുടെ എല്ലാം മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഓയിലാണ് അല്ലേ. സോ അവരുടെ ഓയിൽ ഫെസിലിറ്റീസ് ആക്രമിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ രാജ്യങ്ങളൊക്കെ ഇനി തിരിച്ചടിക്കുമോ, ഇറാനെ ഇവരെല്ലാം തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യം വരെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. സോ അതേപോലെ തന്നെ തുർക്കിയും അതേപോലെ അസർബൈജാനും ഇതൊരു ഒരു വാർ ആയിട്ട് അവർ ഇറാനെ ആക്രമിക്കാൻ ആയിട്ട് ഉള്ളൊരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ അതിലൂടെ കൂടുതൽ രാജ്യങ്ങൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇറാനെ ആക്രമിക്കാൻ, മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ ഒരു റീജിയണൽ വാറായിട്ട് മാറുകയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഗോൾഡ് മുകളിലോട്ട് പോകുന്നതും കണ്ടു, അതേപോലെ താഴോട്ട് പോകുന്നതും കണ്ടു അല്ലേ. സോ കഴിഞ്ഞ മൺഡേ നല്ല രീതിയിൽ മുകളിലോട്ട് പോയ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് നമുക്കറിയാം 5400 വരെയൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക്, മെയിനായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുകയും ഒരുപാട് ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. സോ അതിനകത്ത് അവർക്കുണ്ടായ ഗോൾഡിനകത്തുണ്ടായ പ്രോഫിറ്റബിൾ പൊസിഷൻസ് എന്ത് ചെയ്തു, അവർ പ്രോഫിറ്റ് എടുത്ത് മാറി എന്നുള്ളതാണ്. ഓക്കെ, അത് ഇൻഡിവിജ്വൽസ് ഒന്നും അല്ല കേട്ടോ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലത്തെ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് മെയിനായിട്ടുള്ള റീസൺ. ഓക്കെ, സോ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ട്രംപ് കഴിഞ്ഞ
വീക്കെൻഡോട് കൂടി പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരു വാർ കുറേ കാലം നീണ്ടു നിൽക്കും അൺലെസ് ഒരു അൺകണ്ടീഷണൽ സറണ്ടർ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ വാർ വലിയ രീതിയിൽ കൊണ്ടുപോകും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം സൺഡേ ഏർലി മൺഡേയിലൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി ഒരു ന്യൂട്രലൈസ്ഡ് സ്റ്റേജിലോട്ട് പോവുകയും അവർക്ക് എന്താ പറയുക അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വരികയും ചെയ്തു. അതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാർ അവസാനിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഓക്കെ, അതെന്തുകൊണ്ടാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ അങ്ങനെ ആണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതേപോലെ തന്നെ ഓയിലിൻ്റെ പ്രൈസ് 92 നിന്ന് ഒരു ജമ്പപ്പായിട്ട് 110, 117 വരെയൊക്കെ കഴിഞ്ഞ ഈ ഒരു വീക്കെൻഡ് നമ്മൾ കാണുകയുണ്ടായി അല്ലേ. സോ ബേസിക്കലി ഓയിൽ എന്ന് പറയുന്നത് ഒരു ഹെഡ്ജ് പ്രോഡക്റ്റ് ആണ് അല്ലേ. ഇൻഫ്ലേഷന് എതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇൻഫ്ലേഷൻ കൂടുകയാണ് അല്ലേ, ഓയിലിൻ്റെ റേറ്റ് കൂടാൻ നേരത്ത് ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഓയിലിൻ്റെ റേറ്റും കൂടുകയാണ് അല്ലേ. സോ ഓയിലിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ കൂടും അല്ലേ. സോ ബേസിക്കലി അത് എന്താ പറയുക ഹെഡ്ജ് പ്രോഡക്റ്റായിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഗോൾഡാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ ഈ ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഓയിൽ മേടിക്കുന്നത് US$ ആയതുകൊണ്ടിട്ട് തന്നെ US$ ഡിമാൻഡ് കൂടും. ഓക്കെ, സോ US$ ഡിമാൻഡ് കൂടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, US$ റേറ്റ് കൂടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, ആൾക്കാർക്ക് ഗോൾഡ് മേടിക്കുന്നത് US$ ആയതുകൊണ്ടിട്ട് തന്നെ എന്താണ് ആൾക്കാർക്കൊരു പ്രൈസ് US$, അതായത് ഒരു ഹയർ പ്രൈസിൽ പോയി മേടിക്കേണ്ട അവസ്ഥയിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ എങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരു മിക്സഡ് ഡേറ്റയാണ് ഇതെല്ലാം. ഓക്കെ, വാറ് വന്നു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടിട്ട് പല ആൾക്കാരും നേരെ ഗോൾഡ് പോയിട്ട് ബൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഒരു ന്യൂസ് ഗോൾഡിന് എന്താ പറയുക മുന്നോട്ട് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ മറ്റേ ന്യൂസ് ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലേ. സോ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കുറേ ന്യൂസുകൾ വരുന്നതുകൊണ്ടാണ് ഗോൾഡ് ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് മുകളിലോട്ട് പോകാത്ത. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ട് തിരഞ്ഞെടുത്ത മുജ്തബ ഖമീനി, അതായത് പഴയ സുപ്രീം ലീഡറിൻ്റെ മകനാണ് പുള്ളിക്കാരൻ വന്നതിലൂടെ ഒരുപാട് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപൊക്കെ പറയുകയുണ്ടായി പുള്ളിയെപ്പറ്റി. പക്ഷെ ഉറപ്പായിട്ടും അതൊരു സൂചനയാണ് ഈ വാർ ഒരിക്കലും ഒരു അടിയറവ് പറയില്ല ഇറാൻ എന്നുള്ള ഇതിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇത് വാർ നമുക്ക് അവസാനിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അവസാനിക്കട്ടെ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ളത്. കാരണം നമ്മളെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ UAE-ലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ മിക്കവാറും മിസൈൽസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, ബിൽഡിംഗ് ഷേക്ക് ആവുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ ഇപ്പം അറ്റ് പ്രസൻറ്റ് ടൈം നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്ന് പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതൊക്കെ പോകുന്നു അല്ലേ. സോ അവരുടെയൊക്കെ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരവസ്ഥ ഭയങ്കര മോശമാണ് അല്ലേ. സോ ഇത്രയും പെട്ടെന്ന് വാറുകൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. വൈകുന്നേരം 6 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത് US-ൽ നിന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ്, വ്യാഴാഴ്ച അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ്, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അത് വൈകുന്നേരം 6 മണിക്കാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ന്യൂസാണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ പറയുക, വൈകുന്നേരം 3 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, അത് GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ടതാണ്. സോ ആ ഒരു സമയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരാണ്. ഇന്ത്യൻ ടൈമിംഗ് 3 മണിക്ക് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് വൈകുന്നേരം 7 മണിക്ക് GBP-ന്ന് CB ലീഡിങ് ഇൻഡെക്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. നമ്മുടെ GBP എന്നുള്ള ന്യൂസാണത്. ഓക്കെ,
സോ മാർച്ച് 13 നമുക്ക് 12:30 മണിക്ക് രാവിലെ തന്നെ GBPന്ന് ജി ഡി പി അനൗൺസ്മെൻറ്റിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വൈകുന്നേരം 6 മണിക്ക് കോർ PCE പ്രൈസ് ഇൻഡെക്സ് ന്യൂസ് US നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ജോബ് ഓപ്പണിങ് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളല്ല, ഉറപ്പായിട്ടും ഇതൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനായിട്ട് പോസിബിലിറ്റിയുള്ള ന്യൂസുകളാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ എല്ലാ ദിവസവും നമ്മൾ ആ ന്യൂസിനെ കുറിച്ച് സംസാരിക്കും, എത്ര മണിക്കാണ് ന്യൂസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ USD JPY തന്നെ പോവാം. USD JPY അപ് ട്രെൻഡ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ മുതലേ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ USD JPY ഇപ്പോൾ നിൽക്കുന്നത് 157.90 സോ ബേസിക്കലി 150 ഒരു ബെയറിഷ് ട്രെൻഡാണ് ഓവറോൾ ഇന്നത്തെ USD JPYയുടെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞുതരാം. ഒരു പുൾ ബാക്ക് സ്ട്രാറ്റജിയും ഒരു ബ്രേക്ക് ഔട്ടും ഞാൻ പറഞ്ഞുതരാം. പുൾ ബാക്കിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഓൾമോസ്റ്റ് ഒരു 158 അല്ലെങ്കിൽ 158.1 ലെവലിലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം USD JPY. ഓക്കെ, സോ 158.10 അവിടെയൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 158.70 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 157 ലെവലിലും അല്ലെങ്കിൽ 156.80 അവിടെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഇല്ലാത്ത പക്ഷം നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടണം അല്ലേ, ഒരു ബ്രേക്ക് ഔട്ട് ഇൻ ദ സെൻസ് നമുക്ക് ഒരു 1 അവർ ക്യാൻഡിൽ 157.30 താഴെ സസ്റ്റെയിൻ ചെയ്ത് എന്നുള്ളൊരു നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, അതായത് 157.30 ആ ലെവലിൻ്റെ താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ പെട്ടെന്ന് കയറി ഒരു ബൈ എടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ബേസിക്കലി 157.30 താഴെ ഒരു 1 അവർ ക്യാൻഡിലും ഒരു 4 അവർ ക്യാൻഡിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്കൊരു 1 അവർ ക്യാൻഡിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് അവറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കൺഫേം ചെയ്ത് അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓൾമോസ്റ്റ് 158.10 അവിടെയൊക്കെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. 156.50 അവിടെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് രണ്ട് ഓപ്പർച്യൂണിറ്റി GBP USDയിൽ. ഇത് മിക്കവാറും ഇന്നായിരിക്കത്തില്ല, അല്ലെങ്കിൽ നാളെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങാനായിട്ട്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റിയില്ല. നാളെ മുതൽ നമ്മൾ മാക്സിമം രാവിലെ നമുക്ക് യൂറോപ്യൻ സെഷന് മുന്നേ ആയിട്ട് തന്നെ മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിൽ എടുത്തു കഴിഞ്ഞാൽ 1.343 എന്ന് പറയുന്ന റേഞ്ചിൽ GBP USD നിൽക്കുന്നു. നമുക്ക് അറിയാം 1.3200 എവിടെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ 1.3300 അടുത്ത് അവിടെ നിന്നൊക്കെ ഞാൻ ബൈ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാ ലോവർ പോയിൻറ്റും GBPയിൽ നമുക്ക് ബൈ പോയിൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് 1.3433 നിൽക്കുന്നു. സോ ബേസിക്കലി നമ്മുടെ ഒരു റെസിസ്റ്റൻസ് സോണാണ് 1.3450 റേഞ്ച് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. സോ ബേസിക്കലി നമുക്കുള്ളൊരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി 1.3400 അവിടെ നമുക്ക് ബൈ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.3400 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, സോ നേരെ മറിച്ച് 1.3450 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിലും 4 അവർ ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 1 അവർ ക്യാൻഡിലും ഏതെങ്കിലും ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ
അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് അവിടെ നിന്ന് GBP/USD ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഈ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഗോൾഡിലൊക്കെ നമുക്ക് അവിടെ 1 അവറിലൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര പാടായിരിക്കും. പക്ഷേ ബേസിക്കലി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കറൻസീസിൽ അത് പെട്ടെന്ന് ഓടാത്തൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ടിട്ട് തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റൊന്നും ഇല്ലാത്ത കാര്യമാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ EUR/USD വരാം. EUR/USD ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് എവിടെ നിൽക്കുന്നു? 1.1629 നിൽക്കുന്നു യൂറോ. ഓക്കെ, സോ യൂറോയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ 1.1600 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1600 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ ടൈറ്റായിട്ട് 1.1580 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 1.1690 ഒക്കെ അടുത്തായിട്ട് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യുക. ഓക്കെ, സോ നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ഒരു 1.1660 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 അവർ ക്യാൻഡിലും 4 അവർ ക്യാൻഡിലും മുകളിൽ കയറി സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ, ഇല്ലെങ്കിൽ 1 അവർ ക്യാൻഡിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ 1.6600 മുകളിൽ ഓപ്പൺ ചെയ്താൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം നമുക്ക്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ആശാനെ കുറിച്ച് ഒക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണല്ലേ. ഗോൾഡിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഓക്കെ, സോ ഗോൾഡ് ഇന്ന് നമുക്ക് ലോ പോയത് ഓൾമോസ്റ്റ് 5117 റേഞ്ചിലൊക്കെ ആയിരുന്നു. ഓക്കെ, സോ ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് അപ് ട്രെൻഡ് കാണിച്ചു. ഇന്ന് നമുക്ക് 5117 അവിടെയൊക്കെ താഴെ പോയിട്ടുണ്ട്. 5190, 5190, 5200 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് ഹൈയും പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് $80 മൂവ്മെൻ്റ് ഒക്കെയാണ് ഇന്ന് നടന്നത്. ഓക്കെ, സോ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. സോ ഇന്ന് ഞാൻ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നമുക്ക് ബ്രേക്ക് ഔട്ട് 5185 മുകളിലായിട്ട് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതായത് 5185 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് അവറിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ബേസിക്കലി അതല്ലെങ്കിൽ ഒരു 1 അവർ ക്യാൻഡിലും ഒരു 4 അവർ ക്യാൻഡിലും 5185 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 5100 കുറച്ച് വൈഡൻ ചെയ്തിടേണ്ടി വരും. 5150 താഴെയായിട്ട് വേണം, നമ്മൾ 55 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. ഓക്കെ, 55 അല്ലെങ്കിൽ ഒരു സേഫായിട്ടൊരു 48-45 റേഞ്ചിലോട്ടൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടാം. നിങ്ങളുടെ 5215 റേഞ്ചിലോട്ടൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറ്റുക. ഓക്കെ, സോ ബേസിക്കലി അതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം നമുക്കൊന്ന് പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5150 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 5117 താഴെ, 5120 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി, $30-40 സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, സോ ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് സ്റ്റോപ്പ് ലോസ് ഇത്രയും വൈഡൻ ആയിരിക്കണം. ആ ഒരു വൈഡൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ലോട്ട് സൈസ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ $1000 ഉണ്ട് എങ്കിൽ നിങ്ങളൊരു 5185 മുകളിലായിട്ട് ബ്രേക്ക് ഔട്ട് ആവുന്നത് കണ്ട് നിങ്ങളൊരു ബൈ ചെയ്യുകയാണ് എങ്കിൽ, ഞാൻ അവിടെ എടുക്കാൻ പോകുന്ന ലോട്ട് സൈസ് എന്ന് പറയുന്നത്, എനിക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? 48 അല്ലെങ്കിൽ 45 വെക്കണം അല്ലേ. സോ 85 to 45 എന്ന് പറഞ്ഞാൽ $40 വ്യത്യാസമുണ്ട്. അപ്പോൾ 0.1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് $400 ലോസ് വരും എന്നെനിക്കറിയാം. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ 0.01 ലോട്ട് എടുക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എത്ര $1 ലോസ് വരും? ലോസ് വന്നാൽ എനിക്ക് വെറും $40 ലോസ് വരും. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ആ ലോസ് എനിക്ക് വന്നാൽ ഐ എം റെഡി ടു അക്സെപ്റ്റ് ദാറ്റ്, റൈറ്റ്?
ഓക്കെ. സോ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ലോസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൽ കൂടുതലുള്ള ലോട്ട് സൈസ് വെക്കാതിരിക്കുക. അതിൽ കൂടുതലുള്ള ലോട്ട് സൈസ് വെക്കുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് വർക്ക് ആവുന്നതും നമ്മൾ ലോസിലോട്ട് പോകുന്നതും എന്നുള്ളൊരു കാര്യം, ആ ഒരു പരമാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.